കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ വലിയവനായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ഞായറാഴ്ച പകൽ ദൈവസന്നിധിയിൽ വന്നുകൂടി ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ ഇന്നത്തെ നമ്മുടെ ആത്മിക ചിന്തകൾക്കായിട്ട് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. സ്തോത്രം. അല്പം കട്ടിയുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് സാധാരണയിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ ഇന്ന് എല്ലാവർക്കും വേണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ലളിതമായി പറയാൻ ശ്രമിക്കാം. പ്രാർത്ഥനയോടെ വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. മർമ്മം എന്ന പദം അതൊരു വെളിപ്പാടിനെ കുറിച്ചാണ്. ദൈവം മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മോട് അറിയിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന രഹസ്യം, ആ രഹസ്യം ദൈവമക്കളോട് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് വെളിപ്പാടിലൂടെയാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു വെളിപ്പാടിലൂടെയാണ്. നമ്മൾ പുറത്തിറങ്ങി കർത്താവിൻ്റെ സുവിശേഷം പറയുന്നു. ഈ സുവിശേഷ സത്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് അവരാദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇതവർക്ക് മറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ഈ മറഞ്ഞിരിക്കുന്ന സത്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ ക്രിസ്തു എന്ന ആ വലിയ ദൈവിക രഹസ്യം ആളുകൾക്ക് വെളിപ്പെടുകയാണ്, അല്ലേ? ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് പല ധാരണകൾ ഉണ്ടായിരിക്കാം, പല വിചാരങ്ങൾ ഉണ്ടായിരിക്കാം. ആളുകളുടെ ധാരണയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ കൺവെൻഷനും പ്രസംഗിച്ചതാണ്, ഇല്ലേ? ക്രിസ്തുവിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചത് കേട്ടായിരുന്നോ? കൺവെൻഷന് വന്ന് കേട്ടായിരുന്നോ? ആളുകൾക്ക് പല വെളിപ്പാടുകളുണ്ട്, പല ചിന്തകളുണ്ട്, അല്ലേ? പക്ഷേ അതെല്ലാം മാറ്റിയിട്ട് ശരിക്കും നമ്മുടെ കർത്താവ് ആരാണെന്നത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു വലിയ സത്യമാണ്, അതൊരു വലിയ വെളിപ്പാടിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകളിൽ ഭൂരിഭാഗം പേർക്കും ശരിക്കും കർത്താവ് ആരാണെന്ന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രത്യേകിച്ചൊരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇടയിലുള്ള വിഭാഗത്തെ കുറ്റം പറയുകയല്ല. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ക്രൈസ്തവരിൽ മുൻപന്തിൽ നിൽക്കുന്ന, ജനസംഖ്യയിൽ കൂടുതൽ നിൽക്കുന്ന ആളുകളാണ് കത്തോലിക്കരെന്ന് പറയുന്നത്, അല്ലേ? കത്തോലിക്ക സമൂഹം. അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ധാരണ നമുക്കറിയാം വളരെ പരിമിതമാണെന്ന് മാത്രമല്ല വളരെ വികലമാണ്.
അവർ സമ്മതിക്കില്ല, അല്ലേ? അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനപ്പുറം അത് അമ്മയിലൂടെ മാത്രമേ അവർക്കത് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലേ? അമ്മയില്ലാതെ മകൻ എങ്ങനെ, അല്ലേ? മുകളിൽ അമ്മയാണ്, പക്ഷേ ആ അമ്മയുടെ വയറ്റിൽ ജനിച്ചവൻ അമ്മയുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണെന്നും അമ്മയുടെ സൃഷ്ടിതാവാണെന്നും തിരിച്ചറിയാനുള്ള പക്വതയോ പാകതയോ ആ വെളിപ്പാട് മനസ്സിലാക്കാനുള്ള ആ അറിവ് അവർക്കില്ല. ദൈവം അവർക്ക് റിവീൽ ചെയ്തെങ്കിൽ മാത്രമേ അതവർക്ക് മനസ്സിലാകുകയുള്ളൂ. അത് മനസ്സിലാകാത്ത കാലത്തോളം നമ്മൾ അത് അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് വളരെ വൈരാഗ്യ ബുദ്ധിയോട് ഇടപെടും, അല്ലേ? അവർക്ക് നമ്മളോട് വെറുപ്പ്. അതുകൊണ്ടാണ് പെന്തിക്കോസ്തുകാരെ വീട്ടിൽ കയറ്റരുതെന്ന് പ്രത്യേകമായി അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരുവചനത്തിലെ സത്യങ്ങളൊക്കെ വെളിപ്പാടുകളാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. ഈ വെളിപ്പാടുകൾ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് ഞാൻ ഇന്ന് സ്തോത്രം ചെയ്യുകയാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കളായിരിക്കുന്ന നമുക്ക് ഈ സത്യങ്ങൾ വെളിപ്പെടുത്തിയ ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ അജ്ഞതയിൽ തുടർന്നേനെ, അല്ലേ? ഇരുട്ടിലായിരുന്നേനെ. പക്ഷേ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം ഒരു വെളിപ്പാടിലൂടെയാ, അല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വേഗം വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എല്ലാവരും ശ്രദ്ധിക്കണേ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാക്യമൊക്കെ വളരെ തെറ്റായി ചിന്തിക്കുന്നവരാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന വിഷയം നമ്മൾ എടുത്തു വെച്ച് ചിന്തിക്കുന്നത് അതെന്താണെന്നറിയാമോ? കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭൗതിക നന്മകൾ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിലെ, അല്ലേ, വിസായുടെ കാര്യങ്ങൾ, മുന്നോട്ടുള്ള ഞങ്ങളുടെ ഭൗതികമായ ഭാവിയുടെ വിഷയം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെ? ഇങ്ങനെ മെറ്റീരിയലിസമായിട്ട് ഭൗതികമായി നമ്മൾ ചിന്തിച്ചിട്ട് പറയും ഇതെല്ലാം മറഞ്ഞു കിടക്കുക, നിങ്ങൾക്ക് ആർക്കും അറിയാൻ മേല ദൈവം എനിക്ക് വേണ്ടി എന്നതാ ഒരുക്കി വെച്ചേക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം നമുക്കൊക്കെ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അത് വെളിപ്പെടുമ്പോഴേ അറിയുള്ളൂ. അത് ഭൗതിക കാര്യമായിക്കോട്ടെ. പക്ഷേ അവിടെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും ഭൗതിക കാര്യമല്ല. ആണോ? അല്ല, ഭൗതികമായ ഒരു കാര്യം അല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാതിരുന്ന ആ കാര്യം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിനക്ക് കിട്ടുന്ന വീടോ ജോലിയോ നിനക്ക് കിട്ടുന്ന ഇവിടുത്തെങ്കിലും ഭൗതിക കാര്യമൊന്നും അല്ല. പകരം ഒരുപാട് കണ്ണുകൾ കാണാൻ ആഗ്രഹിച്ചിട്ടും, ഒരുപാട് പേരറിയണമെന്ന് ആഗ്രഹിച്ചിട്ടും, അനേകരുടെ കണ്ണിന് മറഞ്ഞു കിടന്ന, അനേകരുടെ കാതിന്, അല്ലെ, കേൾക്കാൻ പറ്റാതിരുന്ന ഒരു മഹത്വത്തിന്റെ വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ദൈവപുത്രന്റെ വെളിപ്പാടാ. അവർക്ക് സന്തോഷമുണ്ട്. സ്തോത്രം, സ്തോത്രം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് അകത്തു വന്ന് ആത്മാവ് ദൈവപുത്രനെ വെളിപ്പെടുത്തിയാലേ ആളുകൾക്ക് ദൈവപുത്രൻ ആരാന്ന് മനസ്സിലാവൂ. പിടികിട്ടിയോ? വാക്യമെടുത്ത് വായിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. യേശുവിനെ മറ്റു പലതും പറയും.
ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഗുരുവാണെന്നും ശ്രേഷ്ഠനായ ആളാണെന്നും ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. പക്ഷേ ദൈവപുത്രനാണെന്ന് പറയണമെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പാട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ആമേൻ, ആ വെളിപ്പാട് നിനക്ക് തന്ന, നമുക്ക് തന്ന ദൈവത്തിന് ഇന്ന് രാവിലെ എത്ര നന്ദിയോടെ സ്തോത്രം പറയണം. വായിച്ച മോളെ. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യം അറിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റൂ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടതെങ്കിൽ, നിങ്ങളുടെ അകത്ത് ആത്മാവ് ഇരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്നത് ഇവിടുത്തെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനികൾക്കും അറിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവമക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് അവനൊരു ദൈവപൈതലിന്റെ പദവി അവന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത്ര വലിയ അനുഗ്രഹം തന്ന ദൈവത്തിന് ഈ രാവിലെ, ഞായറാഴ്ച രാവിലെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ള കൃപയുള്ളവരാ ഞാനും നിങ്ങളും. ജീസസ്, ഹല്ലേലൂയ. മനുഷ്യനിലുള്ളതും അതുപോലെ, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആർക്കും അറിയില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയും നമ്മുടെ ആത്മാവിനറിയാം, അല്ലേ? ആത്മാവ് ആരായുന്നു. അടുത്തത് ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഇത് പരിശുദ്ധാത്മാവാകത്തുണ്ടെങ്കിലേ ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. ആത്മാവില്ലാത്തവര് ഇത് മനസ്സിലാക്കത്തില്ല. നമ്മൾ വെറുതെ അവരോട് ഉടക്കിയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോ ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. ഈ ആത്മീക രഹസ്യം നമുക്ക് നമ്മുടെ ദൈവം എന്ത് ചെയ്തു? പറഞ്ഞു തന്നു. അതിനെ ഓർത്ത് ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പൊ ക്രിസ്തുവാണ് ആ രഹസ്യം. മുമ്പിലൂടെ വന്നിട്ട് അവർക്ക് ആർക്കും മനസ്സിലായില്ല. കാരണം മനസ്സിലാകാൻ വേണ്ടിയുള്ള പ്രത്യേകതയൊന്നും പുറമേ നോക്കിയാലില്ല. സാധാരണ മനുഷ്യൻ അല്ലേ? അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ, അബ്രഹാം ഉണ്ടായതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അവർ എറിയാൻ കല്ലെടുത്തതും അവർ ഈ കണ്ട രീതിയിലൊക്കെ ഉടക്കിയതിന് കാരണം ഈ പുറമേ നോക്കിയ ഒന്നും കാണാനില്ലായിരുന്നു. നമ്മളിവിടെ ആളുകൾ പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലേ, യേശുവിൻ്റെ പടമൊക്കെ വരയ്ക്കുമ്പം അതിൻ്റെ മുമ്പിൽ തലയുടെ അവിടെ എന്തോ വയ്ക്കും, ഒരു വെളിച്ചത്തിൻ്റെ സംവിധാനമൊക്കെ വരച്ചു വെക്കും. എന്തിനാ? കാണാൻ വേണ്ടിയാ, മനസ്സിലാകണം ഇതാരാ, യേശുവാണെന്നറിയാനാ. നിങ്ങളറിയണം, അവിടുന്ന് ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ ആ തേജസ്സൊന്നും ഇല്ലായിരുന്നു. അത് കാണിക്കാതെ നടന്നത് അല്ലേ? അതൊന്നും വെളിപ്പെടുത്തിയില്ല അല്ലേ? അത് മറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവരത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യില്ലായിരുന്നു? തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാ പറയുന്നത്. അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർക്ക് മനസ്സിലായില്ല. സ്തോത്രം. അവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ട് അവർ തേജസ്സിന്റെ കർത്താവിനെ എന്ത് ചെയ്തു? അവര് ക്രൂശിച്ചു. പക്ഷേ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ആ വെളിപ്പാട് മനസ്സിലായി. അന്ന് ജീവിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലായി, ഇവൻ സാധാരണ തച്ചനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല, ഇവൻ തേജസ്സിന്റെ കർത്താവാണെന്ന് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെങ്ങനാ മനസ്സിലാക്കിയത്? അതിന് പറയുന്ന പേരാ വെളിപ്പാട്. ഇന്നും ഈ ദേശത്തുനിന്ന് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ അവൻ തേജസ് വാരി ചുറ്റിയ ദൈവമാണെന്ന്, സർവശക്തനായ ദൈവപുത്രനാണെന്ന് ആളുകൾ പറയണമെങ്കിൽ ചുമ്മാ സുവിശേഷം പറഞ്ഞത് കൊണ്ട് മാത്രം നടക്കുകയല്ല, നിങ്ങൾ ഉപദേശിച്ചത് കൊണ്ട് നടക്കുകയല്ല, അവൻ വീടാന്തരം കയറി പറഞ്ഞത് കൊണ്ട് മാത്രം നടക്കത്തില്ല. ഈ വെളിപ്പാട് അകത്തു ചെല്ലണം. ആമേൻ. അപ്പൊ ഈ വെളിപ്പാട് നൽകിയ ദൈവത്തിന് എത്ര സ്തോത്രം പറയണമെന്നറിയോ? വേദപുസ്തകം 100 പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാലും ഇത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ? ഇത് മനസ്സിലാകുന്നത് കൃപയാ. അതിലാണ് അഭിമാനത്തോടെ സ്തോത്രം ചെയ്യേണ്ടത്. അയ്യോ, എനിക്കിത് മനസ്സിലായല്ലോ. സത്യം പറഞ്ഞ ഈ കേരളത്തിൽ സുവിശേഷം കേൾക്കുന്നത് പോലെ ആര് കേൾക്കുന്നു? ശരിയല്ലയോ? എല്ലായിടത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് മനസ്സിലാകണമെങ്കിൽ
വ്യക്തിയുടെ അകത്ത് ദൈവം പ്രവർത്തിക്കണം, വെളിപ്പാട് ലഭിക്കണം. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം വെളിപ്പാടിലൂടെയാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കാം. കണ്ടോ, എൻ്റെ പിതാവ് സകലവും എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ വചനത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നത് സകലവും വേറെ ആരൊക്കെയോ കൈയടക്കി വെച്ചിരിക്കുന്നെന്നാ. വേറെ ആരുടെയോ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അയ്യോ, എല്ലാം അവൻ്റെ കയ്യിലാണ്, അവരുടെ പിടിയിലാണ്, ആരുടെയും പിടിയിലല്ല. സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ അറിഞ്ഞ് സ്തോത്രം ചെയ്തോണ്. ഇത് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ ഞാനും നിങ്ങളും സേവിച്ചാരാധിക്കുന്ന ദൈവം പിതാവ്. സകലവും അവന്റെ കയ്യിലാ കൊടുത്തിരിക്കുന്നത്. 7 കൈ അവൻ അല്ല, കയ്യിൽ 7 നക്ഷത്ര വലം കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവപുത്രം പറയുക, സകലവും പിതാവ് എന്റെ കയ്യിൽ തന്നിരിക്കുകയാ. സകല അധികാരങ്ങള്, സകല വാഴ്ചകള് അവൻ എന്റെ കയ്യിലാ. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനെയാ ഇന്ന് രാവിലെ ആലയത്തിൽ വന്നിരുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. കേവല എവിടെയെങ്കിലും ഒക്കെ ഉള്ള ഒരു സംവിധാനമല്ല, പരിമിത ശക്തിയുള്ള ഒരാളെയല്ല, പരിമിത അറിവുള്ള ആളെയല്ല. അവൻ അപരിമേയനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ അവൻ യേശു കർത്താവിനെ. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ സ്തോത്രം ചെയ്യണം. ഇവിടെ ഉയർത്തിയത് യേശുവിനെയാണ്. ആലയത്തിൽ ഉയരേണ്ടത് യേശുവിൻ്റെ നാമമാ. കൂടി വരുന്നിടത്ത് ഉയരേണ്ടത് യേശുവിൻ്റെ നാമമാ. അവൻ്റെ നാമം ഉയരുന്നിടത്ത് സകല ആധിപത്യങ്ങൾ തകരും. അവൻ്റെ നാമം ഉയരുന്നിടത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ തകരും. അവൻ്റെ നാമം ഉയരുന്നിടത്ത് പൈശാചിക കോട്ടകൾ തകരും. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തെ കല്ലട സഭയ്ക്കകത്ത് ഞാനും നിങ്ങളെ ഉയർത്താൻ തുടങ്ങിയാൽ അവിടെ അന്ധകാര ശക്തികൾ, പാതാള ശക്തികൾ തകരും. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പണിയുന്ന കർത്താവിനെ ഞാനും നിങ്ങൾ ആലയത്തിനകത്ത് ഇരുന്ന് ഉയർത്താൻ തുടങ്ങിയ ദേശത്ത് വേലയ്ക്ക് വിരോധമായി വെല്ലുവിളിയായി നിൽക്കുന്ന സകല ആധിപത്യങ്ങളും തകരുവാനിടയായി തീരും. യേശുവിന്റെ നാമം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഉയരട്ടെ. വ്യക്തികൾ ഉയരട്ടെ, കുടുംബങ്ങളിൽ ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊരു വലിയ മർമ്മമാണ്, രഹസ്യമാണ്, നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുക. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അല്ലേ? ആളുകൾ പെന്തിക്കോസുകാരെ കളിയാക്കിക്കോട്ടെ. നീ അറിയണം, ദൈവത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവരാ നിങ്ങൾ. അല്ലേ? സ്തോത്രം. ദൈവം ആരാണെന്ന് അറിയുന്നവരാ നമ്മൾ. അപ്പം അതുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കുകയും ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടിൽ ആനന്ദിക്കുകയും ചെയ്യണം. ഈ ദൈവഹിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നതിൻ്റെ ആകത്തുക, നമ്മളത് ഓരോന്ന് സമയം അനുവദിക്കുന്നത് പോലെ ചിന്തിക്കുമെങ്കിലും അതിൻ്റെ ഒരു പ്രാരംഭ ഭാഗമായി പറയട്ടെ. ദൈവഹിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നതിൻ്റെ അല്ലെ ആകത്തുക എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതാ രഹസ്യം. ആ ക്രിസ്തു ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്. മുഴുവൻ വേദപുസ്തകത്തിന്റെയും കേന്ദ്ര സത്യം എന്തുവാ? യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ഏത് പുസ്തകമാകട്ടെ എല്ലാത്തിലെയും കേന്ദ്ര വിഷയം എന്താ? ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ കേന്ദ്രം നമ്മുടെ കർത്താവായ യേശുവാ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വേഗം വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് തന്നെ. സ്തോത്രം, സ്തോത്രം. അവിടെ പറഞ്ഞു കേട്ടോ, ഈ മഹത്വത്തിന്റെ ഈ എന്താണ്, ഈ രഹസ്യത്തിന്റെ, ഈ മർമ്മത്തിന്റെ മഹിമാധനം
ഇതെന്തെന്ന് അറിയിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്നേ. എന്തുവാ ഇതിന്റെ മഹിമ? ഈ രഹസ്യത്തിന്റെ മഹിമ എന്താ? ഇതിനെന്താ ഇത്ര വിലയുള്ളതായത്? ഇത് ചുമ്മാ രഹസ്യമല്ല, ഇത് വെറുതെ ഉള്ള രഹസ്യമല്ല, ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യമാ. മഹത്വത്തിന്റെ പ്രത്യാശയായ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള രഹസ്യമാ. അതായത് ഇതിന്റെ മഹിമ. ജീസസ്, ജീസസ് അവനെ കുറിച്ചുള്ള രഹസ്യമാ. ഇനി ആ രഹസ്യം ജാതികളോട് പറയണമെന്ന് ദൈവത്തിന് പ്രസാദം തോന്നി, നമ്മളോട് വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് ദേവാലയത്തിൽ ഇരിക്കുന്നല്ല, അവൻ നിങ്ങളിൽ ഇരിക്കുന്നു. ജീസസ്. അപ്പോ ഈ മർമ്മം, ഈ രഹസ്യം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ മരണം, അവിടുത്തെ പുനരുത്ഥാനം, അല്ലെ, അവിടുത്തെ സ്വർഗാരോഹണത്തിന് ശേഷം ഇന്ന് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ മധ്യസ്ഥത. സ്തോത്രം. താമസം വിന തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുത്തെ മടങ്ങി വരവ്. ഇതാണ് ഈ മർമ്മം, ഇതാണ് ഈ രഹസ്യം. ആമേൻ. ആ ക്രിസ്തു ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുമ്പോൾ തന്നെ അവൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഇരിക്കുന്നു. മാത്രമല്ല, 2-3 പേര് അവന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിലുണ്ട്. ശ്രദ്ധിക്കണേ. മഹത്വത്തിന്റെ പ്രത്യാശ എന്താ? അതിന്റെ മർമ്മം, അതിന്റെ രഹസ്യം എന്താ? രഹസ്യം എന്താ? ക്രിസ്തുവാണ്. ഈ വെളിപ്പാടത്തവരുടെ അകത്തിരിപ്പുണ്ട്. ഇത് ഓർത്തൊന്ന് ആനന്ദിക്കണം, സ്തോത്രം ചെയ്യണം, നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയറ്റണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ രഹസ്യമൊക്കെ അറിയാതെ ആളുകൾ ജീവിക്കുന്ന കാണുമ്പോൾ, ഈ സത്യമൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പാടുപെടുമ്പോൾ എത്രമാത്രം സ്തോത്രം ചെയ്യണം. ഈ കർത്താവിനോട് ചേരുന്നതാ സ്നാനമെന്ന് നമുക്കൊരു മർമ്മോ, അല്ലേ? ക്രിസ്തുവിനോട് ചേരാനാ സ്നാനം. എന്നിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടുക, ആളോട് പറയുക സ്നാനപ്പെടണം, എന്നാലേ ഇത് പെന്തിക്കോസ്തിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനെന്ന് പറയുമ്പോൾ അവൻ കളിയാക്കി ചിരിക്കുക. നിനക്ക് മനസ്സിലായോ? നീ ഇതുപോലെ ചിരിച്ചതാ. ഒരാമേൻ എത്ര പേര് പറയും? സ്തോത്രം. നീയും ചിരിച്ചതാ, പക്ഷെ നിനക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നു. ആ വെളിപ്പാടോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യോഹന്നാൻ 17:3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാ. ഈ മർമ്മം ചുമ്മാതല്ല, ഈ അറിവ് നിത്യജീവനാ. ഈ അറിവ് എന്താ? നിത്യജീവനാ. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മരണം കൊണ്ട് അവസാനിക്കാത്തൊരു ജീവൻ. ഹല്ലേലൂയ. അവനെ അറിയുന്നത് നിത്യജീവനാ. അങ്ങ് സ്വർഗത്തിൽ പോയി കിട്ടുന്നൊരു ജീവനാണോ നിത്യജീവൻ? അല്ല, ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുന്നതാ നിത്യജീവൻ. സ്തോത്രം. ഈ നിത്യജീവന്റെ പ്രത്യാശ യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ലഭിക്കുന്നു. ഇതൊരു വലിയ മർമ്മമാണ്. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നെണ്ണുന്നു. സ്തോത്രം. പുനരുത്ഥാന പ്രത്യാശയാണ് ഈ മർമ്മം. അവനെ അറിയുന്നതേ ഇവിടെ ചീഞ്ഞഴുകി തീരുന്നൊരു ഇടപാടിന് വേണ്ടി അല്ലെന്ന്. നിങ്ങളുടെ ശരീരത്തിനൊരു പുനരുത്ഥാനം ഉണ്ടാകും. അവൻ്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ നീ അനുരൂപപ്പെട്ടാൽ
പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കും. ഇതാ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ അനുഗ്രഹം. ഇത് നമ്മുടെ ചിന്തയെ രൂപാന്തരപ്പെടുത്തുന്നതാ. ഇത് മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ ഒരു കാരണവശാലും പഴയ പോലെ ചിന്തിക്കുകയല്ല. ചിന്തിക്കുമോ? ഈ വെളിപ്പാട് ലഭിച്ച ദൈവ പൈതൽ പഴയ പോലെ ചിന്തിക്കാൻ പാടില്ല, പഴയ പോലെ ജീവിക്കാൻ പാടില്ല. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നത് പോലെ അല്ലേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വായിച്ചേ. ഈ ലോകത്തിന്റെ ചിന്ത എന്താ? അവന് വെളിപ്പാടില്ല, അവന് മർമ്മം മനസ്സിലായിട്ടില്ല, നിത്യജീവന്റെ പ്രത്യാശ അവനില്ല, യേശുവിനെ കുറിച്ച് വികലമായ ധാരണയാ അവന്. പിന്നെ ആകെയുള്ളത് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് സുഖിച്ച് മരിക്കണം, തീർന്നു അല്ലേ? പക്ഷെ അവനെ അറിഞ്ഞവർ, ഈ മഹത്വത്തിന്റെ പ്രത്യാശയെക്കുറിച്ച് മനസ്സിലാക്കിയവർ, ഈ യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കിയവർ അവരെന്ത് ചെയ്യുമെന്ന? അവർ ഈ ലോകത്തിന് അനുരൂപരാകില്ല. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി അവർ രൂപാന്തരപ്പെടും. ഈ ചിന്ത, ഈ വെളിപ്പാട് അറിഞ്ഞവർ, അവിടെ ചിന്ത വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെ അറിഞ്ഞവരെന്ത് ചെയ്യും? ദൈവം എന്നെ അറിഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്നുള്ളതിൻ്റെ മുദ്ര എന്താണെന്നാണ് ഞാൻ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ പറഞ്ഞത്. അവർ സകല അനീതിയും വിട്ടോടും, തന്നെത്താൻ വെടിപ്പാക്കും അല്ലേ, തന്നെത്താൻ ശുദ്ധീകരിക്കും. അതാ അവരുടെ മുദ്ര. പ്രൈസ് ദി ലോർഡ്. അവിടെ നോട്ടം ഇവിടെയല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ അറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. അവിടെ വായിക്കുന്നു, പൗലോസ് പറയുക, ആ ഹിതത്തിന്റെ മർമ്മം അവൻ നിങ്ങളോട് അറിയിച്ചു. ആ മർമ്മത്തിന്റെ കേന്ദ്രബിന്ദു ആരാ? അതാ നമ്മൾ പറഞ്ഞത്, ക്രിസ്തുവാണ്. അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിച്ചത്. മർമ്മം ആരാ? ക്രിസ്തു. ക്രിസ്തു ആരാണെന്നറിയുക, അവൻ എന്ത് ചെയ്തു എന്നറിയുക, അവനെക്കുറിച്ചുള്ള മുഴുവൻ വെളിപ്പാടും അറിയണം. അതിനുവേണ്ടി ഇനി ചിലത് ത്യജിക്കണമെങ്കിൽ ത്യജിക്കേണ്ടി വരും. അതാ പൗലോസ് പറഞ്ഞ സകലം ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണി. അപ്പോൾ വെളിപ്പാടാണ് ആളുകളെ നയിക്കുന്നത്. വെളിപ്പാടില്ലാത്തവൻ പോവോ? ഒരു വെളിപ്പാട് കണ്ടു, അതിൻ്റെ ആ വെളിപ്പാട് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി തുടർന്നങ്ങോട്ട് പറയുന്നത് ആ മർമ്മത്തിന്റെ മറ്റ് ചില രഹസ്യങ്ങളാ. 10-ാം വാക്യം. ആ മർമ്മം എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കാര്യമാണ്. ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പദ്ധതിയാണ്. ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി? സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഭയങ്കര ഒരു പദ്ധതിയാ. പ്രപഞ്ചം മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതമായി മാറുക, അവന്റെ ആധിപത്യത്തിന് കീഴിൽ വരിക, അവൻ മൂലം എല്ലാം നിരപ്പാകുക, എല്ലാ അതിർവരമ്പുകളും മാറുക അല്ലെ, എല്ലാം ഒന്നായി ചേർക്കുക. വിഭാഗീയത മാറി, വേർതിരിവുകൾ മാറി, എല്ലാം അവന്റെ മുമ്പിൽ വരണം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും
മേലായ നാമം നമ്മുടെ കർത്താവിന് നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്താ പദ്ധതി? സകലവും അവന്റെ മുമ്പിൽ മടങ്ങും. സകല മുഴങ്കാലുകളും മടങ്ങണം. അവൻ മാത്രം കർത്താവെന്ന് ഏറ്റുപറയണം. അവൻ മാത്രം രാജാതിരാജാവെന്ന് ഏറ്റുപറയണ. അവൻ എല്ലാവരും പറയണ ഏക കർത്താവ്, ഏക സത്യദൈവ, അവൻ മാത്രം. അവനത് സ്വർഗത്തിലുള്ളത് പറയണ, അത് ഈ ഭൂമിയിലുള്ളത് പറയണ, അത് ഈ ഭൂമിക്ക് താഴെ അതോ ലോകത്തുള്ളവര് പറയണ, സകലരും പറയണ യേശു ക്രിസ്തു ഏക കർത്താവ്, അവനാണ് ഏക രാജാവ്. സകല മുഴങ്കാലുകളും മടങ്ങുന്ന ഒരു ദിവസം, അവ സകലര് ഉയർന്ന് നമസ്കരിക്കുന്ന ഒരു ദിവസം, സകലരും ഏറ്റുപറയുന്ന ഒരു ദിവസം. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രപഞ്ചത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സകലവും അവൻ മുഖാന്തരം നിരപ്പാകണം. അവൻ മുഖാന്തരം സകലരും ഒന്നായി തീരണം. ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ? ഇത് രഹസ്യമാണ്, നമ്മളോട് പറഞ്ഞിരിക്കുക. ഇതാർക്കറിയാം രഹസ്യം? നമുക്ക് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ പദ്ധതി ഏതാ? എല്ലാം അവന്റെ മുമ്പിൽ മടങ്ങും. ഈ ഉറപ്പുള്ള വിശ്വാസി പേടിക്കുവോ? പേടിക്കുവോ? അവർക്കറിയാം എല്ലാം മടങ്ങുന്നൊരു ദിവസം വരും. എനിക്ക് ആവേശമാണ്. ഇന്ന് പേടിപ്പിക്കുന്നവൻ, ആരടാന്ന് ചോദിക്കുന്നവൻ, എല്ലാം വരണം. അവന്റെ മുമ്പിൽ മടങ്ങും. അവനെ നമസ്കരിക്കും. വെറുതെ എഴുതിയേക്കുന്നതാണോ? ഇത് നമ്മുടെ വെറും സ്വപ്നമാണോ? ചില ആളുകൾ പറയും നടക്കാത്ത ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ ഇതൊന്നും നടക്കത്തൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ ചുമ്മാ പറയും. നടക്കാത്ത സ്വപ്നം. നടക്കാത്ത സ്വപ്നമാണോ? ഇതേ ഇവിടെ നടക്കൂ. എത്രവർക്ക് സന്തോഷമുണ്ട്? ഇത് മാത്രമേ ഇവിടെ നടക്കൂ. ഇന്ന് ഈ പ്രപഞ്ചത്തിലെല്ലാം അവന്റെ പ്ലാൻ പ്രകാരം നടന്നുകൊണ്ടിരിക്കുക. സൃഷ്ടി മുതൽ ഇങ്ങോട്ട് അവന്റെ പദ്ധതിയാണ് നടക്കുന്നത്, അല്ലേ? നടക്കാത്ത സ്വപ്നം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മരിക്കും, അടക്കും, 3-ാം ദിവസം. അപ്പോഴും അവര് പറഞ്ഞു, എങ്ങനാ? എന്താ? ഇതൊന്നും നടക്കുന്ന പരിപാടി അല്ല. കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർക്ക് പോലും വിശ്വാസമില്ലായിരുന്നു. ഇതൊന്നും നടക്കുന്ന പരിപാടി അല്ല, ഇത് നടക്കുകയല്ല. പിന്നെ എന്തിനാ ഉറപ്പാക്കിയത്? കല്ലറ ഉറപ്പാക്കിയത് എന്തിനാ? ഉറപ്പാക്കിയെന്തിനാ? ഉയർക്കുന്നെങ്കിൽ അത് തടയട്ടെന്ന് വിചാരിച്ചാണോ? ഉയർക്കത്തില്ല. പിന്നെ ഉറപ്പാക്കിയെന്ന് വെച്ചാൽ ശിഷ്യന്മാര് വന്ന് ശരീരം മോഷ്ടിച്ചോണ്ട് പോയിട്ട് ഇവന്മാര് കഥ പറഞ്ഞു വരുത്തും ചെന്ന് പറഞ്ഞങ്ങനല്ലേ? അവന്റെ ശിഷ്യന്മാരുണ്ടല്ലോ, ഭയങ്കര പാർട്ടികളാ. അവന്മാര് ഗുരുവിന്റെ ശരീരം മോഷ്ടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു നടക്കും, ഞങ്ങളുടെ ഗുരു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഗതികേട് യേശുവിന്റെ ശിഷ്യന്മാർക്കില്ല. കഥ പറഞ്ഞു പരത്തേണ്ട ആവശ്യമില്ല. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ് കഥ പറയണ്ടെന്നേ, പാടി പുകഴ്ത്തണ്ട. ഞാനൊരു കാര്യം പറയാ, യേശുവിന് ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, അത് ശിഷ്യന്മാരുടെയും വേണ്ടെന്നേ. കാരണം അവിടുന്നേക്ക് ശക്തനാ. മനുഷ്യരുടെ സർട്ടിഫിക്കറ്റിലാണോ യേശു ജീവിച്ച്? ആണോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സമ്മതമായി, അല്ലേ? കഥകൾ പ്രചരിപ്പിച്ചു. ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയതാ. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റങ്ങ് നേരെ പോയെന്നല്ല, അവൻ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല, അല്ലേ?
അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒരു വലിയ പുരുഷാരം നോക്കി നിൽക്കുമ്പോഴാ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൂതന്മാർ വന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നടക്കാത്തൊരു സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നവരല്ല ഞാനും നിങ്ങൾ. അവൻ വരുമെന്ന് പറഞ്ഞാൽ വരും. വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. കാലമധികമില്ല. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. യേശു നമ്മുടെ കർത്താവ് വരും. അവൻ വന്നാൽ സ്വത്ര കാഹളം ധ്വനിക്കുക. സ്വത്ര കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയെ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാ പ്രത്യാശ. ഈ പ്രത്യാശയെ നശിപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഈ പ്രത്യാശ നശിപ്പിക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ദൈവമക്കൾ ജീവനുള്ള പ്രത്യാശയിലാണ്. ഈ ക്രിസ്തു മൂലം ഈ സകല പ്രപഞ്ചത്തെയും ദൈവം നിരപ്പിക്കും. സ്തോത്രം. അവനിവിടെ ഭരിക്കും. അവൻ മഹാരാജാവായി വാഴും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വേഗം വായിക്കാം മക്കളെ. 16-17. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കല്ലടയിൽ ദൈവവചനങ്ങൾക്ക് ദൈവമക്കൾ അറിയണം, ഇന്നിവിടെയുള്ള നേതൃത്വങ്ങൾ, ഭരണങ്ങൾ, അധികാരങ്ങളെല്ലാം ദൈവം അനുവദിച്ചതാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ കർത്താവിനെ സൃഷ്ടിക്കപ്പെട്ടതാ. രാജാക്കന്മാരെ വാഴിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ആണോ? ഒരുത്തന്റെ വാഴ്ച കൂടി അവനങ്ങ് അഹങ്കാരം തോന്നിയപ്പോ കർത്താവ് പറഞ്ഞു, നീ കുറച്ച് നാൾ പോയി പുല്ല് തിന്നാൻ പറഞ്ഞു. രാജകൊട്ടാരത്തിൽ ഇരുന്നത് മതി, സുഖിച്ചത് മതി. കുറച്ച് നാൾ പോയിട്ട് കാളയെ പോലെ പോയി മോനെന്ന് പുല്ല് തിന്നാൻ പറഞ്ഞപ്പോ കൊട്ടാരത്തിൽ നിന്ന് ചാടി ഇറങ്ങി കാട്ടിലേക്ക് അവൻ ഓടി. ആളെ നിങ്ങൾക്കറിയാം അല്ലേ? നെബൂഖദ്നേസർ അല്ലേ? വാഴിക്കുന്നത് ആരാ? കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. തീർന്നില്ല. അവൻ മുഖാന്തരവും അവനായിട്ടും. എടാ, ഏത് വലിയവനെ അവനായിട്ട് നിർത്തുവോ? ഫറവനെ കുറിച്ച് പറഞ്ഞെന്താ? അവനെ ഞാൻ നിർത്തിയിരിക്കുന്നെന്നാ. ദൈവത്തിന് തന്റെ കാര്യത്തിന് വേണ്ടി ആരെ ഉപയോഗിക്കാൻ കഴിയും? പറ്റുമോ? ഒരുപക്ഷെ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിനായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, ആരുമായിക്കോട്ടെ. ദൈവം പറയുക, ഇന്ന് മുതൽ നീ എന്റെ പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരവസ്ഥയില ഇന്നത്തെ സകല അധികാരവും. കാരണം രാജാക്കന്മാരുടെ മനസ്സ് അവന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നെന്ന് അവൻ തിരിച്ചുവിടുന്നിടത്തോട്ട് പോയേ പറ്റൂ. ഈ സ്തോത്രം പോരാ. സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പോടുങ്കോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സകല അധികാരം അവൻ്റെ കയ്യിലിരിക്കുക. അവൻ തിരിക്കുന്നിടത്ത് പോയേ പറ്റൂ. സ്തോത്രം. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടതാ, അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടതാ. അടുത്തത്, അവനാ സർവത്തിന് മുമ്പേ ഉള്ളവൻ. ഇതാ മർമ്മം. അപ്പോഴാ ഒരാൾ പറയുന്നത്, അമ്മയില്ലാതെ മോനുണ്ടാകുമോ? അച്ഛാ, അമ്മയുടെയും അപ്പനവൻ. ആമേൻ, ആമേൻ. അടുത്തത്, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ജീസസ്. അടുത്തത്, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. വായിച്ചു. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ നാഥനായി എഴുന്നേറ്റവനുമാകുന്നു. എൻ്റെ മുമ്പിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, അവനൊരു പ്രപഞ്ചത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താ അവൻ്റെ പദ്ധതി? അവൻ മുഖാന്തര സകലവും ഒന്നാകണം, അവൻ്റെ ഭരണത്തിന് കീഴിൽ വരണം,
അവൻ്റെ അധികാരത്തിന് കീഴിൽ വരണം. അവൻ മുഖാന്തരം എല്ലാം നിരപ്പാകണം. ആ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മൾ. ഈ വെളിപ്പാട് നമുക്ക് ലഭിച്ച നമ്മൾ ഇനി പേടിക്കുവോ? ഈ വെളിപ്പാട് ലഭിച്ചവർ സന്തോഷത്തോടെ പറയും, നമ്മുടെ കർത്താവാണ് ആമേ സകലത്തെയും ഭരിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവാണ് സകലത്തിൻ്റെ രാജാവ്. നമ്മുടെ കർത്താവാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. അവൻ മുഖാന്തരമാണ് എല്ലാം ഉണ്ടാക്കപ്പെട്ടത്. രണ്ട് വെളിപ്പാട് ഞാൻ പറഞ്ഞു. നമ്പർ 1, വെളിപ്പാടിന്റെ കേന്ദ്രം ക്രിസ്തുവാ. മറക്കല്ലേ പ്രസംഗം. 2, വെളിപ്പാടിന്റെ രണ്ടാമത്തെ ഭാഗം കേന്ദ്രമായ ക്രിസ്തു മുഖാന്തരം പ്രപഞ്ചത്തെ മുഴുവൻ, ഭൂമിയെ, അധോലോകത്തെ മുഴുവനും ഒന്നായി ചേർക്കുക, ഇതിനെ മുഴുവൻ ഒന്നാക്കുക എന്ന രഹസ്യം. ക്രിസ്തു മുഖാന്തരം എല്ലാത്തെയും നിരപ്പിക്കുക. മൂന്നാമത്തെ മർമ്മം 11-ാമത്തെ വാക്യം, 11-12 വാക്യം. എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ആരിൽ? വെളിപ്പാടിന്റെ മർമ്മത്തിന്റെ കേന്ദ്രമാകുന്ന ക്രിസ്തുവിൽ അവൻ ഇനി സകലത്തെയും ഒന്നായി ചേർക്കാൻ പോകുകയാ. സകലവും അവന്റെ കാൽ കീഴിൽ വരാൻ പോകുകയാ. അവനിൽ പാവപ്പെട്ട ദൈവമക്കളോട് പറയുക, നിങ്ങൾ അവകാശം പ്രാപിച്ചു. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ആരിലാണ് നിങ്ങൾക്ക് അവകാശം? ഇന്ന് പകൽക്കാല ക്രിസ്തുവിലാണ് നമ്മുടെ അവകാശം. അവൻ നമ്മുടെ അവകാശം ഈ ലോകത്തല്ല. നമുക്കുള്ള അവകാശം ഈ ഭൂമിയിലെ ആരെങ്കിലുമല്ല. അവൻ നമ്മെ അവകാശം പ്രാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ. അവൻ നമുക്ക് നൽകിയ അവകാശമാണ് ദൈവമക്കളാകാനുള്ള ഈ അവകാശം. രക്ഷ നമുക്ക് നൽകിയ അവകാശമാ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വേഗം വായിച്ചു. മറ്റൊരാൾ എടുത്തു വെക്കണം. 1 പത്രോസ് 1:4 എടുത്തു വെച്ചോണേ. ദൈവാത്മാവും നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമർ 8:17 അതല്ല മക്കളെ വായിച്ചത്. നാം ദൈവത്തിന്റെ അവകാശികളും നാം മക്കളെങ്കിലോ. എന്നെ കേട്ടെ, നമ്മൾ മക്കളാണെങ്കിൽ ആരാ? മക്കൾക്ക് അപ്പനുള്ള എല്ലാത്തിലും അവകാശമുണ്ട്, അല്ലേ? ഇടയ്ക്ക് അവന് അനുസരണക്കേട് കാണിച്ചെന്നും പറഞ്ഞ് അവന് കൊടുക്കാതിരിക്കണം. കോടതി പോയാൽ അപ്പം പേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. നിന്റെ രക്തത്തിൽ പറഞ്ഞതാണോ? ചില അപ്പന്മാർക്ക് എന്താണ്, അവൻ അനുസരിക്കുന്നില്ല, എന്നാൽ അവന് കൊടുക്കുന്നില്ല. പിള്ളേർക്ക് അറിയാൻ നിയമം അറിയാത്തതുകൊണ്ടാ. അവന് നിയമം അറിയാമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് പോയാൽ കോർട്ടിലെ പേപ്പറും കൊണ്ട് വരും, അപ്പം കൊടുത്തേ പറ്റും. ഇനി പിള്ളേർക്കും അവകാശം ചില കാര്യം ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പനെ അമ്മേ നോക്കണം. നോക്കിയില്ലെങ്കിൽ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പോട്ടെ, ഞാൻ പറഞ്ഞത് മക്കളാണോ? എന്തുകൊണ്ട്? അവകാശമുണ്ട്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അടുത്തത്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളെയോ. ആമേ, ക്രിസ്തുവിൽ കൂട്ടവകാശം. സ്തോത്രം. പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് അവകാശം കിട്ടിയെന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. 1 പത്രോസ് 1:4 വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഞാനും നിങ്ങളും അവകാശികളാ. അത് വാടുന്നതിന് വേണ്ടിയല്ല, അവൻ അത് താൽക്കാലികമായ ഒന്നിനു വേണ്ടിയല്ല. ഈ കർത്താവിനെ സേവിച്ചാരാധിക്കുന്നതിലൂടെ ഈ ലോകത്തിൽ ലഭിക്കുന്ന താൽക്കാലികമായ വാടിപ്പോകുന്ന തീർന്നു പോകുന്ന ക്ഷയമുള്ള ഓമൻ ഒന്നിനു വേണ്ടിയല്ല ഈ കർത്താവിനെ സേവിക്കുന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത അവകാശം. സ്വത്രം സ്വത്രം. അവർ വാടുന്നതിന് വേണ്ടി ഓടുന്നു, നമ്മളോ വാടാത്തതിന് വേണ്ടിയാ. സ്വത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതൊരു മർമ്മം, അത് പറഞ്ഞു തന്നിരിക്കുന്നു.
നീ അവകാശിയാ, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാ. ഓ, ഈ മർമ്മം അറിഞ്ഞവര് ഇവിടുത്തെ താൽക്കാലികമായ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമോ? താൽക്കാലികമായ സംവിധാനത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കുമോ? അവർക്കൊരു കൂട്ടവകാശമുണ്ടെന്ന്. അവർക്ക് ക്രിസ്തുവിൽ അവകാശമുണ്ടെന്ന്. ആ അവകാശത്തിന് അവരെ ഓഹരിക്കാരാക്കിയത് ദൈവമാണെന്ന് തിരിച്ചറിയ ദൈവമക്കള് അവനോടുകൂടെ യുഗായുഗം വാഴാനുള്ള ആ അവകാശം തന്നിരിക്കുന്ന, നിത്യജീവന്റെ അവകാശം തന്നിരിക്കുന്ന ആനന്ദത്തോടെ സ്തോത്രം ചെയ്യണം, സന്തോഷത്തോടെ സ്തുതിക്കണം. ആമേ സാധാരണക്കാരനല്ല, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാണ്. പ്രസംഗത്തിന്റെ അവസാന ഭാഗം 12ാമത്തെ വാക്യം എന്താണ് അടുത്തത്? ഒരു മർമ്മം, ദീർഘമായ വാക്യം എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെയും ഈ വെളിപ്പാടിൻ്റെയും ഒരു ആകത്തുക പറയാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചകളാകേണ്ടതിന് തന്നെ. പിടികിട്ടിയോ? അവനിൽ ആശ വെച്ച നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ദൈവത്തിൻ്റെ അഭിമാനകരമായ നേട്ടമാകേണ്ടതിന് തന്നെ. ചില ആളുകൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജയം നേടി, അല്ലേ? അതിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയും, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, എനിക്കൊരു നല്ല ജയം ഉണ്ടായി. അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കിട്ടിയെന്ന് കരുതുക. ആ സർട്ടിഫിക്കറ്റ് അഭിമാനത്തോടെ പ്രദർശിപ്പിക്കും, അല്ലേ? ദേ കണ്ടോ, ഇതെന്താ? എൻ്റെ കഷ്ടപ്പാടാ, ഇതെൻ്റെ അഭിമാനമാണ്. ഇതിനു വേണ്ടി ഞാൻ ഒത്തിരി വില കൊടുത്തു, ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയതാ. കണ്ടോ, ഇതെൻ്റെ അഭിമാനമാണ്. സ്വർഗത്തിലെ ദൈവം പറയും, എൻ്റെ അഭിമാനം, എൻ്റെ പുകഴ്ച ദേ നിങ്ങളാ. ചുമ്മാ കിട്ടിയതല്ല, വില കൊടുത്തതാ. എൻ്റെ പുത്രൻ അല്ലേ? അവൻ എന്നോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, അല്ലേ? തന്നെത്താൻ താഴ്ത്തി, അല്ലേ? സ്തോത്രം. അവൻ എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്ന് അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാ. അവൻ്റെ രക്തത്തിൻ്റെ വിലയാ. നോക്കിക്കേ അവരുടെ മുഖത്തെ തേജസ്. നമ്മൾ അവനെ കാണുമ്പോൾ ആരെ പോലെ ഇരിക്കുമെന്നാ? ഇതുപോലെ ഇരിക്കുമോ? ഇവിടെ കണ്ട വലിയ ഗതികേടാ. ഈ ഗതികേട് മാറ്റാനാണ് കണ്ട പൗഡറും കണ്ട സംവിധാനമൊക്കെ ഒരുക്കുന്നത്. പക്ഷേ എന്നിട്ടും ഗതികേടൊന്നും. പക്ഷേ അവിടെ കാണുമ്പോൾ തേജസ്സോടിരിക്കും. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഓ, ദൈവപുത്രനോട് സദൃശ്യരായി ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ സ്തോത്രം യേശു കർത്താവിനോട് സദൃശ്യരായി ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ, തേജസ്സുള്ളവരായി ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ അവിടെ ഒരു അഭിമാനമുണ്ട്, എൻ്റെ പുകഴ്ചയായത്. അതിനാ നിങ്ങളെ കാണുമ്പോൾ അഭിമാനിക്കണം. ഇതാ രഹസ്യം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ മർമ്മം മനസ്സിലായവർ എല്ലാവരും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അതിനുവേണ്ടി എൻ്റെ പ്രസംഗം അവസാനം സമയം പോയി, ഇനിയുണ്ട് 10 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ മൂഡ് എപ്പോഴേ പോയി, എനിക്കറിയാം. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി നിങ്ങൾക്ക്. അത് വരരുത്, കാരണം പറയുന്ന ദൂത് അത്രയ്ക്ക് കട്ടിയുള്ള കനമുള്ളതാണ്. സ്തോത്രം. അതിനുവേണ്ടി അഭിമാനിക്കണ്ടേ? ആ മുദ്ര, ഈ അനുഗ്രഹത്തിനായി, ഈ വലിയ സന്തോഷത്തിനായി. ഈ മർമ്മത്തിൻ്റെ മറ്റൊരു രഹസ്യമാണ് 13ാം വാക്യം. ആത്മാവിൻ്റെ മുദ്ര ഇട്ടു. ഒന്ന് വായിച്ചു തരട്ടെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു.
ജീസസ്. കർത്താവിൻ്റെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന നിങ്ങളെ, നിങ്ങൾക്ക് തരാൻ പോകുന്ന, നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ അവകാശത്തിനായി അതിൻ്റെ അച്ചാരമെന്ന കണക്ക്, അതിൻ്റെ ടോക്കണാണ് തന്നിരിക്കുന്നതിൻ്റെ രഹസ്യമാണ്, അതിൻ്റെ തെളിവിനായി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഈ മുദ്ര വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. നിനക്കൊരു അവകാശമുണ്ട്, നിനക്കൊരു പ്രതിഫലമുണ്ട്, നിനക്കൊരു വലിയ പ്രതിഫലമുണ്ട്. ഇതറിയുന്നവൻ അറിഞ്ഞാരാധിക്കും. അവനറിയാം എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന മുദ്രയാണ്. എന്നെ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ, എന്നെ ദൈവം രക്ഷിച്ചതിൻ്റെ, എന്നെ ദൈവം വീണ്ടെടുത്തതിൻ്റെ, എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതിൻ്റെ, എൻ്റെ അവകാശത്തിനായിട്ട്, എനിക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള കാലത്തോളം എനിക്കൊരു കാര്യം ഉറപ്പിക്കുക, ആ അവകാശത്തിലേക്ക് ഞാൻ പോകുക, ആ അനുഗ്രഹത്തിലേക്ക് ഞാൻ പോകുക. അവനോടുകൂടെ ഞാൻ ആയിരിക്കുക. അവനെ ഞാൻ കാണുമ്പോൾ അവനോട് സദൃശ്യനാകും. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവിക പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാ. അവന്റെ പരിജ്ഞാനത്തിൽ നമ്മളെ കൊണ്ടുവന്നത് വെളിപ്പാടിലൂടെയാ. ആ വെളിപ്പാടിൽ ജീവിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും അവനിൽ ഐക്യപ്പെടാൻ പോകുകയാ, അവനിൽ ഒന്നാകാൻ പോകുകയാ, അവനിൽ എല്ലാം ഒന്നായി ചേർക്കാൻ പോകുകയാ. അവൻ നമ്മുടെ ജീവിതം അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകാൻ പോകുകയാ. ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വലിയ രഹസ്യം, ഈ വലിയ മർമ്മം എനിക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. എൻ്റെ കുടുംബക്കാർ പലരും ഇത് അറിഞ്ഞിട്ടില്ല, എൻ്റെ ചാർച്ചക്കാർക്ക് അറിയില്ല, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് അറിയില്ല. പക്ഷേ ബലഹീനനായ എനിക്കിത് അറിയാൻ കൃപ തന്നു. ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ആ മർമ്മം, ആ വെളിപ്പാടിൽ ജീവിക്കാൻ കർത്താവ് എന്നെ കൃപ ചെയ്യണമേ. ആ രഹസ്യത്തിൽ ആ മർമ്മം മനസ്സിലാക്കി ആ വെളിപ്പാടിനനുസരിച്ച് ഓടുവാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ. അതിന് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ആ മഹത്വം മനസ്സിലാക്കുന്നതിന് ചിലത് ത്യജിക്കണമെങ്കിൽ ത്യജിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ആ പ്രത്യാശയിൽ എന്നെ നിലനിർത്തണമേ. ആമേൻ, ഹല്ലേലൂയ. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്കായി അവിടുത്തെ ആത്മാവിനെ മുദ്രയിട്ടിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.